വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ചും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സിനിമയും സാഹിത്യത്തെയും കലയും എല്ലാം പരിഗണിച്ചുകൊണ്ട് ശരിക്കും ഒരു സാംസ്കാരിക ബോധ്യമുള്ള ഒരു വകുപ്പ് മന്ത്രി സർക്കാരുമാണ് നമുക്കുള്ളത് എന്നുള്ളത് സിനിമാ മേഖലയ്ക്ക് മുഴുവൻ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നമ്മുടെ സിനിമാ മേഖലയുടെ എല്ലാ ഒരു വലിയൊരു വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയുമൊക്കെ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇങ്ങനൊരു വ്യാവസായിക പദവി കിട്ടുന്നതിലൂടെ നമുക്ക് എല്ലാ മേഖലയിലുമുള്ള ഒരു വളർച്ച ഉണ്ടാവും. കാര്യം നമ്മുടെ സിനിമാ മേഖല കുറച്ചുകൂടെ ഒരു വികസനം ഉണ്ടാവും, ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവും. അറിയാം, ഈ ഒരു മേഖലയിലുള്ളവർക്ക് പലപ്പോഴും ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെയധികം സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഒരു വ്യാവസായിക പദവി കിട്ടുന്നതിനോട് വലിയ വലിയ സാധ്യതകളാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. അത് മാത്രമല്ല, ഇപ്പോ നമ്മുടെ ജെസി ഡാനിയൽ ഫിലിം സിറ്റി നമ്മള് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സലിമേട്ടന്റെ പേരിൽ അല്ലെങ്കിൽ ഉമ്പായ് സാറുടെ പേരിലൊക്കെ ഇങ്ങനെ സ്മാരകമുണ്ട്. പിന്നെ MD സാറിന്റെ പേരിലുള്ള ഒരു കൾച്ചറൽ പാർക്കുണ്ട്. പിന്നെ തൃശ്ശൂർ ജോൺസൺ മാഷിന്റെ പേരിലുള്ള അക്കാദമി വരുന്നു. അപ്പൊ ഇത് എല്ലാ മേഖലയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഈ ഒരു ബഡ്ജറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ, സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവർക്കും. അതുപോലെ തന്നെയാണ് ആന്റി പൈറസീസ് അല്ലേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഇത്രയും മുടക്കുമുതൽ ഉണ്ടാക്കി ഒരു സിനിമ ചെയ്തിട്ട് പലപ്പോഴും പ്രൊഡ്യൂസറിന് നഷ്ടമായിട്ട് വരുന്നത് അതിന്റെ കോപ്പികൾ ഇറങ്ങുമ്പോൾ തന്നെയാണ്. അപ്പൊ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ആന്റി പൈറസി സെല്ല് വരുന്നു എന്ന് പറയുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകുന്ന സിനിമാ വ്യവസായം കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് തന്നെയാണ്. പിന്നെ ഏറ്റവും സന്തോഷം, സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പ്രേക്ഷകൻ കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉള്ളിലുള്ള ആ ഒരു സിനിമയോടുള്ള ഒരു കരുതൽ കൂടിയാണ് ഈ മേഖലയെ ഇത്രയും ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മളോട് തന്നെ കുറച്ചു മുൻപ് നിർമ്മാതാവായിട്ടുള്ള സുരേഷ് കുമാർ അദ്ദേഹം സംസാരിക്കുമ്പോൾ സാർ പറഞ്ഞത് ഇത്രയും വർഷം ഒരുപാട് തവണ നമ്മൾ ഈ സർക്കാരിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അതിലൊന്നും പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല, ഇത്തവണ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏതൊക്കെ കാര്യങ്ങളാണ് കുറേ കാലമായി പറഞ്ഞതിൽ വെച്ച് ഇന്നിപ്പോൾ ഈ ബജറ്റിൽ കൃത്യമായുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൽ ഇതിലേത് പ്രഖ്യാപനമാണ്? എനിക്കതിൽ ഏറ്റവും പ്രതീക്ഷ തോന്നുന്നത് അതൊരു വ്യാവസായിക മേഖല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാറ്റസ് കൊടുത്തത് അതാണ്. അതൊരു സിനിമാ മേഖലയ്ക്ക് ഒരു വലിയ മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷയാണ്. എല്ലാ മേഖലയും സമഗ്ര മേഖലയ്ക്കും ഒരു വികസനം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഒരു ഫിലിം സിറ്റി ആയിട്ട്, അതായത് ഒരു രാജ്യാന്തര തരത്തിലുള്ള, അതായത് പുറത്തു നിന്നുള്ള ഫിലിംസ് എല്ലാം തന്നെ നമ്മളുടെ ഇവിടേക്ക് ഷൂട്ടിങ്ങിന് വരുന്നു, ഇതൊരു ഐക്കോണിക് ആയിട്ട് മാറുന്നു എന്ന് പറയുന്നത് സിനിമ നമ്മളുടെ ഇവിടുത്തെ ഒരു വ്യവസായം വളരെ രീതിയിൽ വളരത്തില്ലേ. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സാമ്പത്തികം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും. അത് മാത്രമല്ല, ഒരുപാട് പേർക്ക് നമുക്ക് ജോലി ഉണ്ടാവും. അപ്പൊ എല്ലാ മേഖലയിലും വികസനം വരുമല്ലേ ചെയ്യുന്നത്. എല്ലായിടത്തും ഒരു പരിഗണന കുറച്ചുകൂടി കൂടുതൽ. അതൊരു എന്റർടൈൻമെന്റ് മാത്രമല്ല, സിനിമ എന്ന് പറയുന്നത് ഒരു ആസ്വാദനം മാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ളവരെ ആസ്വദിപ്പിക്കുക മാത്രമല്ല, ഇതൊരു വ്യവസായമായിട്ട് അംഗീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ വാതിലുകളല്ലേ തുറക്കുന്നത്. അതാണ് ഉറപ്പായിട്ടും സിനിമാ മേഖലയെ, മലയാള സിനിമയെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്താൻ ഈ പദ്ധതികളൊക്കെ പ്രയോജനമാകട്ടെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാര്യം അത് അത്രയും സിനിമയെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ, അതായത് വളരെയധികം ആസ്വദിച്ച സിനിമ അധികം തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന തരത്തിലുള്ള മനുഷ്യരാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ആ മേഖലയ്ക്ക് കൂടി വേണ്ടിയിട്ട്, ആ ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള, ഇത്രയും വർഷം നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഈ മേഖലയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു നന്ദി കൂടി അറിയിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.